ഒത്താൽ അടുത്ത ചിങ്ങത്തിന് മുമ്പ് നാട്ടിൽ എനിക്ക് സ്വന്തമായിട്ടൊരു മിൽമ പൊത്ത് തുടങ്ങണം. തീർന്നില്ല, ആണായ പെണ്ണു വേണം, പെണ്ണായ ആണ് വേണം. അങ്ങനെ പഴയൊരു സിനിമാ പാട്ട് ഓർമ്മയില്ലേ? അതുകൊണ്ട് എന്റെ പൈക്കിടാങ്ങൾക്ക് ഇണയായിട്ടൊരു ഉശിര മൂരിക്കുട്ടനെ വേണം. ഇത്രയും മതി. എന്നാൽ ഇനി കട്ടൻ കാപ്പിയും കുമ്പളപ്പം കഴിച്ചേക്കാം. ബാ. അയ്യേ, എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം. വാ. കുമ്പളപ്പം ബെസ്റ്റ്. പുഴുങ്ങിയതാരാ? അമ്മച്ചിയോ അതോ പെങ്കച്ചോ? ഞാനാ മോനെ. അടുക്കളയിൽ നിന്ന് നല്ല കലക്കം മണം വരുന്നുണ്ടല്ലോ. കോഴിയോ താറാവോ? താറാവ്. അരിസസിന്റെ ഏനക്കേടുള്ളതുകൊണ്ട് റപ്പായേച്ചിന് കോഴി പറ്റുകയല്ല. അതുകൊണ്ട് ബാക്കിയുള്ളവർക്കും താറാവ് മതിയെന്നങ്ങ് വെച്ചു. പിന്നെ അമേരിക്കയിൽ അരിസസിന് പറ്റിയ ഒരു ഉഗ്രം മരുന്നുണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജോപ്പമോന്റെ കുടപ്പുറപ്പിനോട് പറഞ്ഞ അവിടുന്ന് കുറച്ച് മരുന്ന് വരുത്തിക്കാൻ പറ്റുമോ? മരുന്നൊക്കെ കിട്ടും. പക്ഷെ BPL-കാരായ നിങ്ങക്ക് 7-ാം കടലിന് അക്കരെ നിന്ന് ആ ഉരുപ്പടി ഇവിടെ എത്തിക്കാനുള്ള പാങ്ങുണ്ടോ? അതില്ല. ഉണക്കപ്ലാവിലെയും പച്ചയിറക്കിലെയും മാത്രം കൊടുക്കുന്നുണ്ടാ ഈ ആടിങ്ങനെ എല്ലിച്ചിരിക്കുന്നത്. എന്റെ കയ്യിൽ ഇതിനെ തന്നൊക്കെയാണെങ്കിൽ 2 ആഴ്ച കൊണ്ട് ആറ്റനാടാക്കി തന്നല്ലേ. മോന്റെ കൂടെ ഉള്ളൊരു വണ്ടി കയറിയിരുന്നെന്ന് തോന്നുന്നു. ഞാൻ കളി പറഞ്ഞതല്ല. കാറിന്റെ ഡിക്കിയിൽ ഒത്തിരി ഇടമുണ്ട്. ആടിനെ തന്നുവിടുന്നു അമ്മാമ്മ. നീ വരുന്നില്ലേ? ആടും പശുവിനടുത്ത് വന്നു കഴിഞ്ഞാ ഇതാ കുഴപ്പം. ജന്മം ചെയ്ത ഇതുങ്ങളടുത്ത് നാം മാറുകയില്ല. ഒന്നും വിചാരിക്കരുതേ. വാ വാ, പറഞ്ഞാ മനസ്സിലാവില്ല. ആൾക്കാരെന്ന് ആടിനെ തരുമെന്ന് ചോദിക്കുമായിരുന്നു. സ്വഭാവം എന്തായാലും അമേരിക്കക്ക് പോവാലോ. പശുവിന്റെ ആടിന്റെയും തൊഴുത്തി കിടക്കുന്ന അയാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും അമ്മേ? എടി മോളെ, നിന്നെ അവൻ കല്യാണം കഴിച്ചാ നിനക്ക് അമേരിക്കക്ക് പോവാം, പിന്നെ നിന്റെ അമ്മയ്ക്കും പോവാം. ഞാൻ വന്നാ നിന്റെ അച്ഛനും വരാം. ഒന്ന് സമ്മതിക്കും മോളെ. സമ്മതിക്കണം. നമുക്ക് രക്ഷപ്പെടാനുള്ള നല്ലൊരു ചാൻസാ. നിന്റെ കൂടെ പഠിച്ചവരെ എത്ര പേര് അമേരിക്ക കിടന്ന് വലസുന്നത്. അതെ, ഇനി നീ ഒന്നും പറയണ്ട. ഞാൻ വാക്ക് കൊടുക്കാൻ പോവാ. അത് എടി, അമേരിക്കയിൽ പശു തൊഴുത്തില്ലല്ലോ. സമ്മതിക്കണേ. ശരി, എങ്കിൽ സമ്മതിച്ചു. എന്റെ കർത്താവേ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോപ്പനെ ഭർത്താവായി സ്വീകരിക്കാൻ എൽസമ്മയ്ക്ക് സമ്മതമാണോ? സമ്മതമാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി എൽസമ്മയെ ഭാര്യയായി സ്വീകരിക്കാൻ ജോപ്പന് സമ്മതമാണോ? സമ്മതമാണ്. താങ്ക്സ്. അച്ഛൻ ഇവിടെ വന്നതിന് ശേഷം ഒന്നും മിനിങ്ങി. നീയും അങ്ങ് ഗ്ലാമർ ആയില്ലയോ? ആരും അറിയാതെ ദിവസവും 1 ലിറ്റർ പാലല്ലയോ അകത്താക്കുന്നേ. അമ്മച്ചി, അമ്മച്ചി, അവള് വരുന്നുണ്ട്. നീ പറഞ്ഞോണം. നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് കിട്ടാൻ നോക്കിയിരിക്കുവായിരുന്നു ഞാൻ. കല്യാണം കഴിഞ്ഞ് 2 അന്ന് ഇവിടെ വന്നതാ. മറ്റുള്ളവരറിഞ്ഞ എന്ത് നാണക്കേടാ. ദേ, നിങ്ങൾ നാളെ തന്നെ വീട്ടിലേക്ക് പോണം. എടി, ഇവിടെ ആരുമില്ല. ജോപ്പന്റെ അപ്പനും അമ്മയും ഇനി ഞങ്ങളാ. നമ്മൾ അമേരിക്കയിലേക്ക് പോകുന്നത് വരെ ഞങ്ങൾ ഇവിടെ കാണും. അച്ചായ, അമേരിക്കയിൽ നിന്ന് റോണിച്ചായ വിളിക്കണോ? അമേരിക്ക റോണിച്ചായനാ. എടുക്കുമോനെ. ഹലോ ഹലോ. റോണിച്ചായ. പറഞ്ഞോ. നിങ്ങൾ എല്ലാരും ഉണ്ടോ? ഓക്കെ, ഞാൻ ഏറ്റു. എല്ലാം അറേഞ്ച് ചെയ്തേക്കാം. ശരി അച്ഛയ, വെക്കട്ടെ. എന്നതാ മോനെ? റോണിച്ചാനും ഫാമിലിയും വരുന്നു. ഉടനെ വരും. നമ്മളെ കൊണ്ടുപോകാനായിരിക്കും അല്ലേ മോനെ? അല്ല, അവരിനി സ്ഥിരതാമസത്തിന് വരുവാ. അപ്പൊ അമേരിക്ക? അവിടെ സാമ്പത്തിക മാന്ദ്യമാ. എല്ലാവരും ഇങ്ങോട്ട് പോരുവാ.
ഇനിയിപ്പൊ എന്തായിരുന്നാലും 10-15 പശുവിനെയും കുറെ ആടിനെയും വാങ്ങണം. അല്ല, നമ്മളെല്ലാരും ഉണ്ടല്ലോ. അയ്യോ, പശുവിന് കാടി കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. എന്നാ ഇത് പിടിച്ചേ. എൽസേ, ഓ അമേരിക്ക. എടി, ഇനിയിപ്പോ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഇവിടെ കിടന്നുള്ള ചാണകം അത്രയും വാരി നമ്മുടെ നാട് ഓടിയും.